ഹലോ, വെൽക്കം ബാക്ക് ടു എൻ ബി ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. നമ്മുടെ ഗ്രോത്തിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പാർട്ടെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എവ്രി മോർണിംഗ് നമ്മൾ ചെയ്യുക. അതായത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈശ്വരനോട് നിങ്ങൾക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുക. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇനിയും സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഇനിയും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലത് കിട്ടത്തുള്ളൂ. എപ്പോഴും രാവിലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടെ എഴുന്നേറ്റ് തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുക. അത് വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ജോലി, കാറ്, വലിയ വീട്, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നല്ല ഹെൽത്ത് തന്നതിന്, അല്ലെ നല്ലൊരു കുടുംബം തന്നതിന്, നല്ല കുട്ടികളുണ്ടായതിന്, നല്ല അച്ഛനമ്മനെ തന്നതിന്, അല്ലേ. ചിലർക്ക് കുട്ടികളുടെ കാര്യം പറയുമ്പോൾ എത്രയോ പേര് കുട്ടികളില്ലാതെ വിഷമിക്കുന്നു. അപ്പോൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഈശ്വരനോട് നന്ദി പറയുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഈശ്വരനോട് നന്ദി പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് പിന്നീട് ഉയരാൻ സാധിക്കത്തുള്ളൂ. ഇല്ലായ്മയെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞിരിക്കാതെ ഉള്ളത് ഒരുപാട് തന്ന കാര്യങ്ങൾക്ക് നമ്മൾ തമ്പുരാനോട് എന്ത് ചെയ്യുക, നന്ദി പറയുക. അതേപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം പ്രോബ്ലംസ് നിങ്ങളുടെ നേരെ വരുന്നോ നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ അത്രയും സ്ട്രോങ് ആകുമെന്നേ ഞാൻ പറയാനുള്ളൂ. എത്ര പ്രോബ്ലംസ് വരുന്നു നമ്മൾ അത്രയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ വീഴുമ്പോൾ ചിരിക്കാനിരിക്കുന്നവരെ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളൊന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുറകെ കൈപിടിച്ച് കയറ്റാനായിട്ട് നമുക്ക് ഒരുപാട് പേര് കാണും, അല്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ഫേസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഡേയിൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഇപ്പം നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിന് പോലും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള മോട്ടിവേഷണൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവർക്കും ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ വോയിസൊക്കെ ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ അത് എനിക്കൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.